കൊണ്ടാക്കി തരാനും കൂടി പറഞ്ഞോളാം. അപ്പോൾ ഈ പുഴയ്ക്ക് നല്ല ആഴുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ നല്ല ആഴുണ്ട്. അറിയാതെയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടുപോകും. ഞാൻ പിന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കുളത്തിൽ വീണിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ വലിയ സുഖമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം കിട്ടാതെ നിൽക്കുന്ന ആ ഒരു മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവമാണ്. അത് അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഇറങ്ങാൻ പേടിയുണ്ട്. പിന്നെ എനിക്ക് നീന്താൻ നിശ്ചയില്ല. ഞാൻ പിന്നെ ഇന്നിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട അതുകൊണ്ട് വേഗം വന്ന് ഇറങ്ങിയതാണ്. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടുപോയാൽ നമ്മളെ കഥ കഴിയും. ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ അവിടെ ഒരു തോണിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. തോണി ഇപ്പോൾ ഇതിൽ കിട്ടുമോ തോന്നിയില്ല. തോണി കിടക്കുന്നുണ്ടാകില്ല, അത് കിടന്ന തോണിയാണ്. തോണിയിൽ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി ഞാൻ അതിന് കുറച്ച് കക്ക എടുക്കാൻ ഇതിനൊക്കെ കൂടെ വെയിറ്റ് ചെയ്തതാണ്. ഓരോ സംഗതി വശാലെന്ന് എനിക്കത് പറ്റാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഒന്നിനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ അമ്മായി കണ്ടോ കക്ക എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. പാത്രത്തിൽ കണ്ടോ കുറച്ചുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അറ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ പ്രദേശങ്ങളൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം എന്തായാലും ഞങ്ങൾ അപ്പം ഇനി ഞങ്ങൾ കക്ക എടുത്തിട്ട് പിന്നെ അവസാനിപ്പിക്കുകയാണ്. ശരി.